ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. മുട്ടച്ചോറാണ്. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കടുകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ നല്ലതുപോലെ. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് പച്ചമുളക്. ഇത് രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, കുഞ്ഞിന് കൊടുത്തു വിടാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം കുറച്ച് ചോപ്പ് ചെയ്ത ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. ടിഫിൻ ബോക്സിനകത്ത് കൊടുത്തു വിടാൻ പറ്റിയ ഒരു ചോറാണ് കേട്ടോ. കുട്ടികൾക്ക് പ്രത്യേകം കറികളൊന്നും ആവശ്യമില്ല. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചിടുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. മുട്ടയായാലും ഉള്ളി ആയാലും എല്ലാം തന്നെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ നമുക്കിത് ചിക്കി എടുക്കാം, തോരൻ പോലെ. ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ, തോരൻ പോലെ. അതിനുശേഷം നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചോറിട്ട് കൊടുക്കാമേ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ബട്ടാണി ഇട്ട് കൊടുക്കാം, ക്യാരറ്റ്. കുട്ടികൾ കഴിക്കുന്നുള്ളവർക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ, കുട്ടികളായാലും വലിയവരായാലും. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഒരു നാരങ്ങ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചോറ്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും കഴിക്കാൻ നല്ലതാണ് കേട്ടോ. നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. രാവിലെയൊക്കെ സമയമില്ലാത്തപ്പോൾ നമുക്കിതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ എളുപ്പമാണ് കുട്ടികൾക്ക് ടിഫിനകത്തൊക്കെ കൊടുത്ത് വിടാൻ. സ്കൂൾ വിട്ട് വരുമ്പോഴും കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പമാണ്, നല്ലതാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കമൻറ്റായിട്ട്. താങ്ക് യു.